ഹലോ, എല്ലാവർക്കും ഈസി റെസിപ്പീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ലൗലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക എന്നൊക്കെ പറയുന്ന അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോയോളം ലൗലോലിക്ക എടുത്തിട്ടുണ്ട്. ഇത് 1 മാസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഉപ്പുവെള്ളത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാണ്. ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി, 2-3 എരിവുള്ള പച്ചമുളക്, കായപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവ, കരിവേപ്പില, 1 ടേബിൾ സ്പൂണോളം കടുക് എത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. നമുക്ക് ഇത്രയും ഒന്ന് ചതഞ്ഞ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞു വയ്ക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് അച്ചാറിടാനായിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വയ്ക്കാം. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ അച്ചാർ കേടുകൂടാതെ മാസങ്ങളോളം ഇരുന്നോളൂ. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 100 മില്ലിയോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് നമുക്കിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് കരിവേപ്പില 3-4 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില നമ്മുടെ അച്ചാറിന് നല്ല ഫ്ലേവറൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഉലുവാപ്പൊടി എൻ്റെ കയ്യിൽ പൊടിച്ചതുണ്ട്, അതാണ് ഞാനത് ഇട്ട് കൊടുത്തത്. ഉലുവയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഈ കൂടെ തന്നെ നമുക്ക് കായപ്പൊടി 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാവുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അച്ചാറിന് നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു നല്ല എല്ലാം ആയതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഈ ഉപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യാനുസരണം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഒഴിക്കാം. ഇത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് ഈ ഉപ്പുവെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ ബാക്കിയുള്ള ലൗലോലിക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം.
പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വിനാഗിരി ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിലിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റ് തിളച്ചതിന് ശേഷം ഈ ഫ്ലെയിം നമുക്ക് അണയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു പേപ്പറോ എന്തെങ്കിലും ഇട്ട് മൂടി വെച്ചാൽ മതി. വേറെ ആവി വെള്ളം വീഴുന്ന രീതിയിൽ അടച്ച് വയ്ക്കരുത്. അച്ചാർ നന്നായി തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല കൺസിസ്റ്റൻസിയിലാകും. ആ അച്ചാറിൻ്റെ രീതിയിലെത്തും. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് അടച്ച് വയ്ക്കാവുന്നതാണ്. ഈ ലൗലോലിക്ക അച്ചാർ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് ഈ ലൗലോലിക്ക അച്ചാർ. ഞാനിത് ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് പുറത്തും ഇരുന്നോളും. ഫ്രിഡ്ജിൻ്റെ അകത്താണെങ്കിൽ മാസങ്ങളോളം ഇരുന്നോളും. ഒരു കേടും വരത്തില്ല. ലൗലോലിക്ക അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.